ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ. നമ്മളിന്ന് നല്ല വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. ആ വരിക്കച്ചക്ക നമുക്ക് വരട്ടി വയ്ക്കാം. പണ്ട് കാലത്തെ ഉള്ളൊരു പരിപാടിയാണല്ലോ ചക്ക വരട്ടി വയ്ക്കുക. ചക്ക വരട്ടി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കാം. പണ്ടാണെങ്കിൽ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാനും ചക്ക അട ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇന്ന് ചക്ക വരട്ടിയതുണ്ടെങ്കിൽ നമുക്ക് കേക്ക് പോലും ഉണ്ടാക്കാം കേട്ടോ. ഇത് തന്നെ നമുക്ക് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചക്ക വരട്ടാനുള്ള നല്ല ചക്കയാണ്. അതിൽ വെള്ളമൊന്നും കയറിയിട്ടില്ല. വർഷകാലത്ത് വെള്ളം കയറും, അതായത് വെള്ളത്തിൻ്റെ അംശം കൂടാനുള്ള സാധ്യതയുണ്ട്. ചക്ക നമ്മൾ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുള്ള ഏകദേശം 1.5 കിലോ ചക്കയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. 1.5 കിലോ ചക്കയ്ക്ക് നമ്മളത് ഒരു 2 കുക്കറിലായിട്ട് ഞാൻ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് അല്പം വെള്ളം ഒഴിക്കണം കേട്ടോ. അധികം ആവരുത് വെള്ളം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരിക്കലും അധികം ആവരുത്. എന്നിട്ട് ഞാൻ നമുക്ക് പറ്റുമെങ്കിൽ ചെറിയ പീസുകളാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. വലുതായാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ പീസുകളാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കാവും. അതായത് റെഡിയായി. ഇനി നമുക്ക് വരട്ടുക എന്നുള്ള പ്രക്രിയ ആരംഭിക്കുകയാണ്. അതിന് നമ്മൾ ഒപ്പം തന്നെ നമ്മൾ ശർക്കര വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 1 കിലോന് 200 ഗ്രാം ശർക്കര എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം മധുരം കൂടുന്തോറും ചക്ക ടേസ്റ്റ് ആവും ചെയ്യും, നമ്മൾ ഉപയോഗിക്കുന്ന ഷുഗറിൻ്റെ അംശം കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര നീര് നമ്മൾ ഒന്ന് ചൂടാക്കി പാനിയാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊഴിച്ചു ഇനി വരട്ടുക എന്നുള്ളൊരു പ്രക്രിയ തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിട്ട് നമ്മൾ ഓരോ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിന് ഭാഗമായിട്ട് നമ്മളിത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇത് നല്ല ടേസ്റ്റും കൂട്ടും, തന്നെ എല്ലാം അടുക്കി പിടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അല്പം സാവകാശമാക്കും. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പൊട്ടിത്തെറിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ സമയത്താണ് ഇത് ഇടേണ്ടത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ചൂട് കൂടുതലാണ്. നമ്മുടെ തൊലിയിലായിട്ടുണ്ടെങ്കിൽ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നീട്ടം കൂടിയ ഇളക്കുന്ന ചട്ടുക എടുത്തിട്ടാണ് നമ്മൾ നന്നാക്കേണ്ടത് കേട്ടോ. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ല. ഇതുപോലെയുള്ള ചക്കയുടെ വിഭവങ്ങളും മറ്റുള്ള വിഭവങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, കാണണം. നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അത് നല്ല സുഗന്ധം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ചുക്ക്, ജീരകം, ഏലക്ക പൊടിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി. അപ്പോൾ ചക്ക വരട്ടി ഇത് ഏകദേശം റെഡിയായി. ചക്കയുടെ വെള്ളം എത്രത്തോളം കണ്ടൻറ്റ് കുറയ്ക്കുന്നോ നമുക്ക് പുറത്ത് വയ്ക്കാനുള്ള കേടാനുള്ള സാധ്യത നമ്മൾ കുറച്ച് കൊണ്ടുവരും കേട്ടോ. എന്നാലും നമ്മൾ ഏകദേശം ഒരു 80% വെള്ളത്തിൻ്റെ അംശം നമ്മൾ കുറച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് അത് വരട്ട് റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. താങ്ക് യു. എൻജോയ് ദ ലൈഫ്. സജീസ് ഫ്ലവർ ടൈൽ. ബൈ.